മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എണ്ണ പ്രകൃതിവാത നിക്ഷേപമുള്ള രാജ്യം ഇറാനാണ്. അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ അവരാണ് ഏറ്റവും വലിയ സാങ്ഷൻ അനുഭവിക്കുന്നത്. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടത്താൻ ശ്രമിച്ചിട്ടും അവർ പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിൽ സാർവദേശീയ തലത്തിൽ അവർക്ക് ചൈനയുടെയും വെനിസ്വലയുടെയും ഒക്കെ തന്നെ കൂട്ട് സമീപകാലത്തുണ്ടായി. ഇപ്പോൾ ഇറാനിലെ പുതിയ എല്ലാ പ്രൊജക്റ്റുകളും അവർ ചൈനീസ് കമ്പനികളെയാണ് ഏൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജിയുടെ രംഗത്ത്, മൈനിങ്ങിന്റെയും സംസ്കരണത്തിന്റെ രംഗത്തൊക്കെ ചൈനീസ് ടെക്നോളജി ഇറാൻ വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പുതിയ ഒരു ഡെവലപ്മെന്റ് ഈ പശ്ചിമേഷ്യ മധ്യപൂർവ്വ ദേശത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഭയത്തോടുകൂടിയാണ് അമേരിക്കൻ വിദഗ്ധന്മാർ നോക്കിക്കാണുന്നത്. ഇപ്പം അമേരിക്കൻ വാർ കോളേജൊക്കെ ഇത് സംബന്ധമായിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരസേനയുള്ള രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയുള്ള രാജ്യം ചൈനയാണ്. പിന്നെ ടെക്നോളജിയുടെ രംഗത്ത് അമേരിക്കയെക്കാളൊക്കെ എത്രയോ അവര് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവര് വളരെ റേഷണലാണ്, വെറുതെ കയറി ഇടപെടുക എന്നുള്ള ഒരു നിലപാടില്ല. അപ്പൊ അമേരിക്ക ഇപ്പൊ അതിലാണ്. ഇപ്പം ചൈന പോലൊരു രാജ്യം ഇടപെടും എന്ന് പറഞ്ഞാൽ, ഇപ്പം കൊറിയയുടെ വടക്കൻ കൊറിയയുടെ ഉന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ നോക്കി നിൽക്കില്ല, എന്റെ സുഹൃത്താണ്, ഇടപെടും. എന്നാൽ ചൈന അങ്ങനെ പറഞ്ഞിട്ടില്ല. ലാറ്റിൻ അമേരിക്കയെ അമേരിക്കയുടെ പട്ടാളത്താവളമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാ പറഞ്ഞത്. അവർ വളരെ യുക്തിപൂർവ്വമാണ് ഇടുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് അമേരിക്ക അതിന്റെ സർവ്വസന്നാഹങ്ങളും, ലോകത്തിൽ അവർക്കൊരു ഹെജിമണി ഉണ്ട്, അവരുടെ പ്രത്യക്ഷ അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധം വളരെ ശക്തമാണ്. അത് ബെൽറ്റ് ആൻഡ് റോഡ് എന്നൊക്കെ പറഞ്ഞ 159 രാജ്യങ്ങളുള്ളടങ്ങുന്നതാണ്. ലോക വാണിജ്യം അമേരിക്കയുടെ കൈകളിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അവര് ഈ ഒരുപാട് ഗാട്ട് കരാർ വഴി ഒരുപാട് വാണിജ്യ ഉടമ്പടികളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെയൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ടാണ് ബെൽറ്റ് ആൻഡ് റോഡ് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് ലോകത്തെ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായി തന്നെ മാറ്റി വരയ്ക്കാനുള്ള അധിനിവേശങ്ങളും അട്ടിമറികളും ഒക്കെയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പ്രതിരോധവും ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന ഒരു 70s 80s അത്ര ആ രീതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതില്ല. അത് വളരെ ഭൗതികമായി തന്നെ ഒരു സൈനിക ശക്തി, ഒരു രാഷ്ട്രശക്തി എന്നുള്ള തന്നെ. പക്ഷെ കാര്യങ്ങൾ അതിലേക്ക് വികസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ലോക സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമാണ്.